ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത്രയും മര്യാദയുള്ളൊരു ഡ്രൈവറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറയണേ. ഇതുണ്ടോ, 2 പ്രായമായ മനുഷ്യന്മാര് നടന്നു പോവാണ്. ഇത് അങ്ങൊന്നേ ഉണ്ട് കേട്ടോ, ഒരു ഓണ് പോലും അടിക്കാതെ ഇടവഴി കേട്ടോ. അപ്പം 2 പേരും പ്രായമായതാ. അപ്പൊ നടന്നു പോവാണ് അവര്, ഒരു ഓണ് പോലും അടിക്കാതെ പതുക്കെ പുറകെ വണ്ടി ഓടിച്ചോണ്ട് പോവാണ് കേട്ടോ. എന്താ ഇനിയിപ്പൊ അവര് മാറി കഴിയുമ്പോ വേണം കാണിക്കും. കുറച്ച് ഒരാൾക്ക് ഒരു കാലിന് ചെറിയ വയ്യാഴിക പോലെ ഉണ്ട്, മറ്റേ 2 പേരും കുറച്ച് പ്രായമായ ആൾക്കാരാണ്. അവര് വരും. ഞാനിപ്പോ ഇവിടെ ഓർണടിച്ചാൽ അവര് ഞെട്ടി മാറും. അപ്പൊ എനിക്ക് തിരക്കൊന്നുമില്ല, മെല്ലെ അവര് പോട്ടെ, അവര് നടന്ന് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. ഇപ്പൊ അതല്ല, അവര് നടന്ന് ജംഗ്ഷനിലേക്ക് കയറി. അതുകൊണ്ട് ഇനിയിപ്പോ സ്ഥലം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ സമാധാനമായിട്ട്, അവർക്കും സമാധാനം, എനിക്കും സമാധാനം. നമ്മൾ ഈ മരണപ്പാച്ചിൽ പറഞ്ഞിട്ട് എന്ത് കാണിക്കാനാണ്? പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരാന്ന് ഓർണടിച്ച് മാറ്റിയിട്ടൊക്കെ പോവാം. ഇത് അത്യാവശ്യമൊന്നുമില്ല. അവര് അവരുടെ വഴിക്ക് പോയി, നമ്മൾ ഇതാണ്ട് മെയിൻ റോഡിലോട്ട് കയറി പോവാ. എപ്പോഴും ഡ്രൈവിങ്ങില് നമ്മൾ പറ്റുന്ന മര്യാദകൾ കാണിക്കണം. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഒരിക്കലും ഭയങ്കരമായിട്ട് മുമ്പൊക്കെ ചെറുപ്പത്തില് എന്ന് പറഞ്ഞാൽ ആ ഒരു ചൊരത്തളപ്പ് പ്രായമില്ല, 25-26, അപ്പൊ ഒക്കെ ഓവർടേക്ക് ചെയ്ത് ചിലപ്പോൾ ഒരാളെ തോപ്പിക്കാനൊക്കെ പോയിട്ടുണ്ടാവും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പം അങ്ങനെ പോകുന്നവരങ്ങ് പോട്ടെ. പിന്നെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വണ്ടി കൊണ്ട് പോവാം, ആരെങ്കിലും ഒരാൾ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഗ്ലാസ്സിൽ കൂടെ നോക്കും, ബാക്കിലേക്ക് നോക്കും. അപ്പോൾ പുറകിൽ നിന്ന് വേറെ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ പാസ്സാവും. ഞാൻ പാസ്സായി കഴിഞ്ഞിട്ട് അവർക്ക് സുഖമായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റും. ഇനി അഥവാ പുറകിൽ വണ്ടി ഉണ്ട്, നല്ലോണം വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ സ്ലോ ആക്കി കൊടുക്കും. സ്ലോ ആക്കി കൊടുത്ത് അവർ പാസ് ചെയ്ത ശേഷം മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, വണ്ടി മുമ്പോട്ട് എടുക്കുകയുള്ളൂ. പക്ഷെ അങ്ങനെ സ്ലോ ആക്കുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മളൊന്ന് ബാക്കിലത്തെ വണ്ടിക്ക് ഒരു സിഗ്നൽ കൊടുക്കണം. സാധാരണഗതിയിൽ നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പം ഒരു വണ്ടി നടു റോഡിൽ നിർത്തുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ തടസ്സമുണ്ട്. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് അവരെ ഇതാക്കിയിട്ട് ഓവർടേക്ക് ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ അവിടെ ആരെങ്കിലും ക്രോസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് നടു റോഡിൽ ഒരാൾ ബ്രേക്ക് ചെയ്യട്ടുന്നത്. പക്ഷെ എന്നാലും ചിലരെന്ത് ചെയ്യുന്നറിയോ, ഇപ്പം നമ്മൾ ഒരാൾക്ക് വേണ്ടി നിർത്തി കൊടുത്താലും അവർ സൈഡിൽ കൂടെ അടിച്ചു വിട്ട് അങ്ങ് പോകാൻ വരും. അപ്പം നമ്മളൊന്ന് സിഗ്നൽ കൊടുത്തേക്കണം, ഇവിടെ ആൾ പാസ് ചെയ്യുന്നുണ്ട്, സ്ലോ ആക്കാൻ ഒരു സിഗ്നൽ കൊടുക്കണം. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ചേച്ചേൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പം എപ്പോഴും മുന്നില് ആരെങ്കിലും ഒന്ന് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് നിർത്തിയിട്ട് അവരെ പാസ് ചെയ്യിച്ചിട്ട്, ഇപ്പം പ്രായമായവരാണെങ്കിലും കുട്ടികളായാലും അമ്മമാരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും ആർക്കാണെങ്കിലും അവരെ കടത്തി വിട്ടിട്ട് പതുക്കെ പോകുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എനിക്കതൊരു നല്ല കാര്യമായിട്ട് തോന്നി. അങ്ങനെ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേരെ. അങ്ങനെ എന്താ പറയാ, പലപ്പോഴും എനിക്കൊക്കെ അബദ്ധം പറ്റുന്നുണ്ട്. നമ്മളൊന്ന് പതുക്കെ ഒന്ന് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് അടിച്ചു വിട്ട് വരും വണ്ടി. നമ്മൾ അവിടെ സ്റ്റക്കായി നിന്ന് പോയിട്ടുണ്ട്. പിന്നെ എത്ര ശ്രദ്ധിച്ചാലും ചിലര് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അമിത വേഗതയിൽ വന്ന് അപകടം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ എനിക്കും സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ കാറിനിട്ട് സൈഡിൽ വന്ന ഒരാൾ അടിച്ചിട്ടുണ്ട്. ഭയങ്കര ഓവർ സ്പീഡിൽ, ഭയങ്കര അശ്രദ്ധയിൽ വന്നതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ വളരെ സ്ലോയിൽ അങ്ങോട്ട് മുമ്പോട്ട് എടുക്കുമായിരുന്നു. പക്ഷെ അവര് തെറ്റ് ചെയ്താലും പിന്നെ നമ്മളാണ് കേസും കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. ഇനി വേറെ കാര്യം ഇവള് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ഒരു ശീലമുണ്ട്. നമ്മളിപ്പോ എന്ത് ചെയ്യുന്നറിയോ, നമ്മളിപ്പോ വണ്ടി ഓടിച്ചോണ്ട് ഒരാളോ ഒരു വണ്ടിയോ അവിടെ ക്രോസ് ചെയ്യാൻ നിൽക്കുവാണെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു വണ്ടിക്ക് ക്രോസ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ഒരു യൂ ടേൺ എടുക്കണം. നമ്മളൊരു മനസ്സിലായി തന്നെ അറിയോ, ഞാൻ പോയിട്ടാവും പോയാൽ മതി, ഞാൻ പോയിട്ടാവും പോയാൽ. അങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ അവൻ എങ്ങനെ പോകും? അപ്പം നമ്മളെന്ത് ചോദിച്ചാൽ നമുക്ക് തിരക്കൊന്നുമില്ല, ഒന്ന് സ്ലോ ആക്കി കൊടുത്തേക്കുക. അവരങ്ങ് കറങ്ങി യൂ ടേൺ എടുത്ത് അല്ലെങ്കിൽ ക്രോസ് ചെയ്യാനുള്ള ആളെ ക്രോസ് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും സമാധാനത്തോടെ പോകാം. നമ്മൾ ഡ്രൈവിങ്ങിൽ എപ്പോഴും ഒരു ഇച്ചിരി മര്യാദ നമ്മളെപ്പോഴും കാണിക്കണം, എല്ലാവരും. അപ്പം നമുക്ക് കുറേ അപകടങ്ങളൊക്കെ ഒഴിവാക്കാം. ഇതെങ്ങനെയാണെന്ന് അറിയാം, എല്ലാവർക്കും ഞാൻ പോയി കഴിഞ്ഞ് പോയാൽ മതി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നമ്മൾ ഒരുപാട് ഇത്ര ശ്രദ്ധിച്ചിട്ടും കൂടെ നമ്മുടെ എന്താ ഡോറിന്റെ അടുത്ത് വന്ന് സൈഡ് ഡോറിന്, അതായത് കോ ഡ്രൈവർ സൈഡില് ഡോറിനിട്ട് ഒരു സ്കൂട്ടി വന്ന് ഇടിച്ചിട്ടൊക്കെ വലിയ കേസും അപകടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറെ വർഷമായി കേസ് കളിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എപ്പോഴും നമ്മള് കഴിവതും ഡ്രൈവിങ്ങിൽ നമ്മൾ ഒത്തിരി വിട്ടുവീഴ്ച ചെയ്ത് പോയാൽ മതി എല്ലാവരും. അപ്പൊ തന്നെ ഒരു പരിധി വരെ അപകടം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും, വണ്ടി ഡ്രൈവ് ചെയ്യുന്നവർക്കും വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ശുഭയാത്ര. എല്ലാവരും സേഫായിട്ട് പോവുക. പ്രത്യേകിച്ച് മഴക്കാലമാണ്. ഡ്രൈവിങ്ങിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ വളരെ മര്യാദയിൽ പോവാം. ബൈ ബൈ.